നമസ്കാരം, മൈ വേൾഡിലേക്കും ഇന്നത്തെ ഈ ടാരോ റീഡിങ്ങിലേക്കും സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ ഉറങ്ങാൻ പോകുന്ന വേളയിൽ ഏഞ്ചൽസ് കാർഡാണ് ഞാനിന്ന് എടുത്തേക്കുന്നത്. ഏഞ്ചൽസിന് നിങ്ങളോട് എന്ത് മെസ്സേജാണ് പാസ് ചെയ്യാനുള്ളത് എന്ന് നമുക്ക് ഏഞ്ചൽസ് കാർഡിലൂടെ വായിക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ പോസിറ്റിവിറ്റി നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഓക്കെ. എ ഇയർ ഫ്രം നൗ എന്നുള്ളതാണ് ഫസ്റ്റ് വന്നേക്കുന്നത്. നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും ഈ വർഷം തീരുന്നതിന് മുമ്പ് നിങ്ങൾക്കതിനുള്ള പരിഹാരം ഏഞ്ചൽസും ഡിവൈനും കാണിച്ചു തരും എന്ന് തന്നെയാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാർഡ്സും കൂടെ നോക്കാം. ലുക്ക് ഫോർ എ സൈൻ. അതെ, നിങ്ങൾക്ക് അതിനുള്ള സിഗ്നേച്ചർ ഏഞ്ചൽസ് തന്നെ കാണിച്ചു തരും. ചിലപ്പോൾ പല ഏഞ്ചൽ നമ്പറിലൂടെ ആയിരിക്കാം, പോസിറ്റീവ് സൈൻസിലൂടെ ആയിരിക്കാം. അത് നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഡിവൈൻ നിങ്ങളിലേക്ക് മുന്നിൽ മാറ്റങ്ങളുടെ സമയമാകുമ്പോൾ പല സൈനുകളും നിങ്ങളുടെ മുമ്പിൽ കാണിക്കും. ചിലവർ കണ്ടിന്യൂസ് ആയിട്ട് ഏഞ്ചൽസ് നമ്പർ കാണുന്നുണ്ടായിരിക്കാം. അതൊക്കെ ഒരു മാറ്റത്തിൻ്റെ തുടക്കമായിട്ട് നിങ്ങൾ കാണുക. ഓക്കെ. എന്തായാലും നിങ്ങളുടെ പ്രശ്നത്തിനുള്ള ആ ഒരു പരിഹാരം ഈ ഒരു വർഷം ഇതിനുള്ളിൽ തന്നെ നടക്കും എന്നുള്ളതാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ടാരോ കാർഡിലൂടെ നമുക്കൊരു കാർഡ്സ് എടുത്ത് നോക്കാം. ഓക്കെ. യെസ്, അതെ, അത് തന്നെയാണ്. അത് എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പം നിങ്ങളുടെ ഫാമിലി റീയൂണിയൻ ആയിരിക്കാം, എന്ത് തന്നെ ആയാലും ഒരു ജോലി ആയിരിക്കാം, കരിയർ സംബന്ധമായിട്ടുള്ള കാര്യമായിരിക്കാം. അതെല്ലാം ഈ ഒരു വർഷം തന്നെ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലോട്ട് വരും എന്ന് തന്നെയാണ്. 10 ഓഫ് കപ്സ്. കപ്പ് എന്ന് പറയുമ്പോൾ വാട്ടർ എലമെൻറ്റ്, സ്നേഹത്തെ സൂചിപ്പിക്കുന്നു. അത് ഏത് രീതിയിലായാലും ഒരു സഫലീകരണം ഉണ്ടാകും എന്ന് തന്നെയാണ് ടാരോ എനർജിയും ഇതിനകത്തൂടെ പറയുന്നത്. അപ്പോൾ ഇതിലെ പോസിറ്റിവിറ്റി നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഓക്കെ. താങ്ക് യു. ഗുഡ് നൈറ്റ്.